വർക്കിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാം. സ്കില്ലായിട്ടുള്ള ആൾക്കാരൊക്കെ വേണം അതിന്. നമ്മൾ ബ്രിക്കിലാണ് അധികം ചെയ്തിരുന്നത്. ലോറി ബാക്ക് ഇദ്ദേഹം ഈ സൈറ്റിന്റെ എഞ്ചിനീയർ ആണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. സാർ നമസ്കാരം. നമസ്കാരം. സാറിന്റെ പേരൊന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താം. പരമേശ്വരൻ. ഓക്കെ, അപ്പൊ ഈ വീടിന്റെ വർക്കിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഇത് നമ്മുടെ ഒരു സുഹൃത്ത് മുരളി എന്ന് പറഞ്ഞ മുരളിബായി എന്ന് പറഞ്ഞ ആളുടെ സിസ്റ്റർ വീടാണ്. കുരുത്തോപ്പനം. നമ്മൾ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ നൈബേഴ്സാണ്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു വീട് പണിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മള് ഇങ്ങനെ ഒരു പഴയ ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടൊരു വീട് പണി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ ഇങ്ങനത്തെ വർക്ക് ചെയ്തിരുന്നു. ഇതുപോലത്തെ ബ്രിക്സിൽ ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ ബ്രിക്സും പിന്നെ ലോറി ബേക്കർ ഇതിന്റെ ഇതിലൊപ്പം കുറെ കാലം കുറെ കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഇങ്ങനത്തെ കൈൻഡ് ഒരു നമ്മൾ ബ്രിക്കിലാണ് അധികം ചെയ്തിരുന്നത്. ലോറി ബേക്കർ മെത്തേഡിലെ ഈ നെല്ലായിൽ തന്നെ ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കളുടെ വീടുകളൊക്കെ ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നെല്ലായി വില്ലേജ് ഓഫീസ് ഇവിടെ അടുത്ത് തന്നെ. പിന്നെ നമ്മുടെ എന്റെ മിക്കവാറും എന്റെ സുഹൃത്തുക്കളൊക്കെ ഈ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലാണ് അപ്പൊ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള ആലോചന വന്നത്. അപ്പൊ നമുക്ക് നോക്കാം. എങ്ങനെയാണ് പോറോത്തം ബ്രിക്കിലേക്ക് എത്തിയത്? എങ്ങനെയാണ് പോറോത്തം ബ്രിക്ക് നമുക്ക് ചൂട് പറഞ്ഞ രീതിയിലേക്ക് വരണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ നമ്മള് നേരത്തെ ഞാൻ എന്റെ സ്വന്തം സിസ്റ്റർ വീട് ഇവിടെ നെല്ലായിൽ തന്നെ എന്റെ 2 സുഹൃത്തുക്കളുടെ വീട്, അതുപോലെ വേറെ അങ്ങനെ കുറച്ച് പേര് തന്നെ ഞാൻ ഇങ്ങനെ ഫുർഡീസ് ഇങ്ങനത്തെ കട്ട വെച്ചിട്ട് വളപ്പട്ടണം നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പാപ്പിന്റെയുടെ ടൈൽസ് ഉണ്ടായിരുന്നു. അവരും അവരതുകൊണ്ട് തന്നെ ഒരു വീട് ഞാൻ ചെയ്തിട്ടുണ്ട്. പുറത്തും ഇതേപോലെ ഇപ്പൊ ആദ്യമായിട്ട് ചെയ്യും. നേരത്തെ അത് ചെയ്തപ്പോ പിന്നെ ഇപ്പൊ ഇതാണ് കുറച്ചുകൂടി നമുക്ക് കിട്ടാൻ എളുപ്പം എന്ന് പറഞ്ഞാൽ നമ്മളെ ഓഫീസിൽ വന്ന് സംസാരിച്ചു. അപ്പൊ അതുകൊണ്ട് ഇതിൽ ചെയ്യാൻ വെച്ചാൽ പിന്നെ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ചൂട് കുറയ്ക്കുക, പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആവുക, പിന്നെ ഇക്കോ ഫ്രണ്ട്ലി ആവുക. ഇപ്പൊ ഈ ബ്രിക്ക് പണിത് വന്നിടത്തോളം സാർ ഇപ്പൊ ഈ ഒരു ബ്രാൻഡ് ആദ്യമായിട്ടല്ലേ യൂസ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഒരു ഫീഡ്ബാക്ക്? എങ്ങനെയാണ് ഫീഡ്ബാക്ക്? നല്ല ടീയാണ്, നല്ല മൊത്തത്തില് നല്ല ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഇത് ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പൊ അവരുടെ സൈറ്റിൽ നിന്നും അല്ലെങ്കിൽ ഒരു കത്തയിൽ അതൊക്കെ മനസ്സിലാവാണ്. പിന്നെ ഇവിടെ കേരളത്തിൽ ഇപ്പൊ ഇതേപോലെ നമുക്ക് വേറെ അവൈലബിൾ അല്ല വേറെ. പിന്നെ ഇത് എത്ര ഏരിയ വരുന്നത്? 2 നിലയായിട്ടാണോ? 2 നിലയായിട്ടും ഗ്രൗണ്ട് പ്ലസ് ഫസ്റ്റ് ആയിട്ട് താഴെ 2 ബെഡ്റൂം, മേലെ വേറൊരു ബെഡ്റൂം ആയിട്ട് മൊത്തം ഒരു 1500 അങ്ങനെയാണ് ഏരിയ വരുന്നത്. അപ്പോ കട്ടയുടെ വിശേഷങ്ങളാണല്ലോ പറഞ്ഞത്. അതിന് അല്ലാതെ ഈ പ്രൊജക്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് പറയാനോ? സ്പെഷ്യലായിട്ട് പറയാച്ചാലേ നമ്മള് ഇപ്പൊ കുറച്ച് കാലമായിട്ട് എല്ലാവരും സിമെന്റ് ബ്രിക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മൊത്തം അന്തരീക്ഷത്തിലും ചൂട്, എല്ലായിടത്തും ചൂട്, വെറുതെ ചൂട് കൂടി വരിക. നമ്മുടെ കൺസ്ട്രക്ഷൻ മെത്തേഡിൽ ചൂട് കൂടണ മെത്തേഡാണ് ഇപ്പൊ അധികം ഇപ്പൊ വരുന്നത്. ഇപ്പൊ ഇഷ്ടിക കിട്ടുന്നില്ല. ചൂട് കട്ടയാകുമ്പോൾ അതിനൊരു കുറച്ച് വ്യത്യാസം ഉണ്ട്. അതുപോലെ തന്നെ വെട്ടുകല്ല് ഈ ഭാഗത്ത് പിന്നെ വരുന്നത് തന്നെ വലിയ അകലെന്നൊക്കെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് മൊത്തം ഇപ്പോൾ ഈ ഏരിയയിൽ എല്ലാവരും സിമെന്റ് ബ്രിക്ക് ഉപയോഗിക്കും. സിമെന്റ് ബ്രിക്ക് ഉപയോഗിക്കുമ്പോൾ ഉള്ളിൽ ചൂട് കൂടും, എന്തായാലും ടെമ്പറേച്ചർ കൂടുമ്പോൾ. അപ്പൊ ആ ടെമ്പറേച്ചർ കുറയ്ക്കാൻ നമുക്ക് മെത്തേഡ് ഇത് മാറ്റാന്നുള്ളത് തന്നെയാണ്. ഇതിന് ഇത് കൂടാതെ ഇപ്പൊ നമ്മൾ മണ്ണുകൊണ്ടൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. മൺഭിത്തിയിൽ അത് ചെയ്യാം. അത് അത്രയും താല്പര്യമുള്ളവർക്ക് മണ്ണുകൊണ്ട് റാമിന്റെ അർത്ഥത്തിലൊക്കെ നമുക്ക് നന്നായിട്ട് ചെയ്യാം. നല്ല ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഇതേപോലെ നടക്കാൻ പറ്റില്ല. സ്കില്ലായിട്ടുള്ള ആൾക്കാരൊക്കെ വേണം. ആൾക്കാരായിട്ട് പിന്നെ അതിന് അത്രയും താല്പര്യമുള്ളവർ വേണം. കോമൺ ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു നമുക്കിപ്പോ പ്ലാസ്റ്റിക് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് അത്രയും പണി ഫാസ്റ്റ് ആയിട്ട് തീരും. കുറച്ചുകൂടി ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് അഭിപ്രായം. ഈവൻ പ്ലാസ്റ്റർ ചെയ്ത് ചെയ്താലും നമുക്ക് മണ്ണാലും വ്യത്യാസം വരും. നല്ല വ്യത്യാസം വരും. കാരണം നമ്മളിത് പൊള്ളക്കെട്ട് ഇഷ്ടിക കൊണ്ട് തന്നെ ഇതേപോലെ പൊള്ളക്കെട്ട് ഇഷ്ടംപോലെ ചെയ്യാറുണ്ട്. ഗ്യാപ്പ് ഇട്ട് അത് ഇത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റില്ല. ഇതിനേക്കാളും സ്കില്ലായിട്ടുള്ളത് വേണം. നല്ല പണിക്കാരും വേണം. ഭയങ്കര ലേബറിന് നല്ല ഇന്റൻസീവ് ആണ്. പിന്നെ നല്ല സൂപ്പർവിഷൻ നല്ല ഇതാണ്. പക്ഷെ ഇത് അത്രയും ബുദ്ധിമുട്ട് ഇതിനില്ല. കുറച്ചുകൂടി ഈസി ആയിട്ട് ഗുണം കിട്ടും. സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമ്മളിപ്പോ പരമാവധി ഓരോ ദിവസവും നമുക്ക് എന്താ വെച്ചാൽ റിസോഴ്സ് കുറഞ്ഞുകൊണ്ട് വരിക. ആ സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ഇതിലേക്ക് പോകണം എന്നാണ് നമ്മൾക്ക് അഭിപ്രായം. കാരണം ആൾക്കാര് പെട്ടെന്ന് എല്ലാം പരിസ്ഥിതിനെ ഇപ്പൊ ഒന്നും നോക്കുന്നില്ല. നമ്മള് പ്രധാനമായിട്ടും എന്താ വെച്ചാല് നമ്മൾ ടെമ്പറേച്ചർ വീടിന്റെ അകത്ത് ചൂട് കൂടുന്തോറും നമ്മളുടെ മാനസിക സ്ഥിതിയെ ബാധിക്കുന്നുണ്ട്. ചൂട് കൊണ്ട് നമുക്ക് സ്ട്രെസ് കൂടും. അങ്ങനെ പല പല പ്രശ്നം. ചൂട് കുറയുമ്പോൾ ഇങ്ങനത്തെ രീതിയിലൊക്കെ പ്രകൃതിയോടനുസരിച്ച് ഒരു വീട് വരുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു കംഫർട്ട് വരുമ്പോൾ നമ്മുടെ മാനസിക നില ഇതാവും.
മനസ്സ് ശീതളാവും, തലച്ചോറ് കുറച്ചുകൂടി ശീതള വരും, കുറച്ചുകൂടി കംഫർട്ടായിരിക്കും. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് ഇതില്. അപ്പൊ ഇത് പരമാവധി ഇത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ നയം. മറ്റു കെട്ടിടങ്ങളൊക്കെ പണി ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇത്തരം പണി ചെയ്ത് കുറച്ചുകൂടി പ്രചാരത്തിൽ വരേണ്ട സമയമാണ്. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ചൂട് കൂടി വരുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രകൃതി അത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു രീതിയിലുള്ള സ്ഥലമാണ്. പക്ഷെ അവിടെ നമ്മൾ പ്രകൃതിക്ക് വിരുദ്ധമായിട്ടുള്ള രീതിയിലേക്ക് പ്രത്യേകിച്ചും വീട് പണിയിലൊക്കെ ഇങ്ങനെ പോവാന്ന് പറയുമ്പോൾ കഷ്ടമാണ്. കാരണം നമുക്കറിയാം കേരളത്തിൽ, ഇന്ത്യയിൽ വേറെ എവിടെയുള്ള ഒരു സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ കൊട്ടാരം പോലുള്ള വീടുകൾ ഏറ്റവും അധികം പൈസ ചെലവാക്കിക്കൊണ്ട് വീട് പണിയുന്ന ഒരു സ്ഥലമാണ് കേരളം. ഏത് വീട് വഴിക്ക് പോയാലും വലിയ കൊട്ടാരം പോലുള്ള വീടുകളാണ്. അവിടെ താമസിക്കാൻ കുറച്ച് ആൾക്കാരുള്ളൂ. ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ പാരിസ്ഥിതികമായിട്ടുള്ളൊരു ദുരന്തത്തിന്റെ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ വീട് പണികളൊക്കെ പോയിട്ടുള്ളത്. ഇവിടുത്തെ റിസോഴ്സസ് ഇപ്പം അതേമാതിരി ഇല്ല, മണലില്ല, അതുമാതിരി ഇപ്പം ചൂടുകട്ട കിട്ടാനില്ല, വെട്ടുകല്ലിൻ്റെ അത് കുറഞ്ഞു. എല്ലാ രംഗത്തും വീട് പണിയാനുള്ള സാധനങ്ങൾ കുറവ് തന്നെ ഇപ്പോൾ. അതൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഇതിലേക്കൊക്കെ മാറുന്ന സമയം കഴിഞ്ഞു എത്രയും പെട്ടെന്ന്. പിന്നെ ഈ ഇത്തരം കട്ടകൾ കുറച്ച് എല്ലാ സ്ഥലത്തും കുറച്ചുകൂടി നമുക്ക് നല്ല രീതിയിൽ വില കുറവിൽ കിട്ടിയാൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. റേറ്റ് വരുന്നുണ്ട്, നമ്മൾ പുറമേന്ന് വരുന്നതാണല്ലോ. ഇതിപ്പോ ബാംഗ്ലൂരിൽ നിന്നൊക്കെ ട്രാൻസ്പോർട്ടേഷൻ തന്നെ അത്യാവശ്യം പൈസ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊരു ഇതിലൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഈവൻ അങ്ങനെയാണെങ്കിലും നമ്മളിപ്പോ ഇത് വെച്ച് ഒരു സിമെന്റ് ബ്രിക്ക് വെച്ചിട്ട് പ്ലാസ്റ്റർ ചെയ്ത് ചെയ്യണേക്കാളും കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കില്ലേ ഇത്? അതെ എഫക്റ്റീവ് ആയിരിക്കും. രണ്ടു നേരം പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് വരുമ്പോ ഇത് ഇതായിട്ട് വരും. ഇപ്പൊ ഇവൻ ഈ റേറ്റ് ആണിച്ചാൽ പോലും നമ്മൾ കമ്പയർ ചെയ്യുമ്പോ അങ്ങനെ തന്നെയല്ലേ വരുന്നത്. അപ്പൊ സാർ താങ്ക് യു സോ മച്ച്. ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിൽ താങ്ക് യു കേട്ടോ. അപ്പൊ വർക്കൊക്കെ നന്നായി നടക്കും. നമുക്ക് ഇനി ഇതിന്റെ നെക്സ്റ്റ് സ്റ്റേജിൽ കാണാമല്ലോ അല്ലെ? നമുക്ക് അടുത്ത വർക്കൊക്കെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ വരാമല്ലോ. ഓരോ വർക്ക് അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് സന്തോഷമായിരിക്കും. അവരെപ്പോഴും ചോദിക്കാറുണ്ട് അങ്ങനത്തെ അപ്ഡേറ്റ്സ്. നമുക്ക് ഈ സൈറ്റ് സാർ ഒന്ന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാം നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാം. ടെക്നിക്കൽ ഡീറ്റെയിൽസ്. യെസ് യെസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.